പലരും ചോദിക്കുന്നില്ല, എന്തിനാണ് ഈ സഹനം? മനുഷ്യനെ വലയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, എന്തിനാണ് ഈ സഹനം? എന്തിനാണ് ഞാൻ ഈ സഹിക്കുന്നത്? എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ മുറിവുകൾ? ഏറ്റവും ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ പ്രിയമുള്ളവരെ, ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫ് ജീവിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ, കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, കുട്ടികൾക്ക് പഠനത്തിലെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹനം, കുടുംബജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കം, രോഗദുരിതങ്ങൾ, ഒരു സഹനം, ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവജനമേ, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യണമെന്നറിയാമോ? ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ സഹനം പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തണം. ഈ സഹനം പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തണം. എന്താ അത്? അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം. ഒരു നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ സങ്കടം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ആ സങ്കടം മാറിയില്ലെങ്കിൽ, ആ സഹനം മാറിപ്പോകുന്നില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇത് എനിക്ക് കുടിക്കാം